ഹായ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. തിന്മയായ പ്രവർത്തനങ്ങളെയും മോശമായ പരാമർശങ്ങളെയും ഒരിക്കലും നമുക്ക് അതുപോലുള്ള തിന്മകൾ കൊണ്ട് നേരിടാൻ സാധിക്കുകയില്ല. സംസ്കാരശൂന്യമായ പദപ്രയോഗങ്ങൾ നടത്തുന്നവരും വിഭാഗീയതയും വർഗീയതയും വളർത്താൻ ശ്രമിക്കുന്നവരും കുറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ അതിനായി ശ്രമിക്കുമ്പോൾ നമുക്കൊരിക്കലും വിഭാഗീയതമായി ചിന്തിക്കാനോ വർഗീയമായ പരാമർശങ്ങൾ നടത്താനോ അവർ നടത്തുന്നത് പോലെയുള്ള മ്ലേച്ഛമായ പദപ്രയോഗങ്ങൾ തിരിച്ച് പ്രതികരിക്കാനോ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. തിന്മയെ നമുക്ക് നന്മകൾ കൊണ്ട് മാത്രമേ നേരിടാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ പഠിച്ചു വന്ന ഉദാത്തമായ സംസ്കാരം. മയത്തുകൾ പോലും ചില പേരുകളായതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുമ്പോൾ ഏറ്റവും മോശമായ പരാമർശങ്ങൾ കൊണ്ട് ആക്ഷേപിക്കപ്പെടുമ്പോൾ ദാരുണമായ അപകടങ്ങൾ സംഭവിച്ച് മരിച്ചവരെ പോലും അവരുടെ പേരുകളും ഊരുകളും വേർതിരിച്ച് അവരെ കാണുകയും അതിനിടയിലും വർഗീയതയും വിഭാഗീയതയും ഒക്കെ കണ്ടെത്തുകയും ചെയ്യുന്ന ചില ആളുകളോട് നമുക്ക് എന്ത് പറയാൻ കഴിയും? അപകടങ്ങൾ ഒരിക്കലും ഒരു വ്യക്തികൾക്കും പ്രത്യേകമായിട്ടുള്ളതല്ല. അത് ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ആ ദാരുണമായ അപകടങ്ങളിൽ മരിച്ച പെൺകുട്ടികളെ അവർ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ളത് കൊണ്ട്, അവർ പ്രത്യേക പേരുകൾ ഇട്ടിരുന്നത് കൊണ്ട് അവരുടെ മയ്യത്തുകളെ പോലും വെറുതെ വിടാത്ത ഒരു ദുരവസ്ഥ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ മറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഒരിക്കലും ഇത്തരം മോശ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോട്, മോശമായ പ്രതികരണങ്ങൾ നടത്തുന്നവരോട്, വർഗീയമായും വംശീയമായും പരാമർശങ്ങൾ നടത്തുന്നവരോട് ഒരിക്കലും അതേ രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ പഠിച്ചത് നന്മയുടെയും സഭ്യതയുടെയും നല്ല സംസ്കാരത്തിൻ്റെയും പാഠങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം ദുഷ്പ്രയോഗങ്ങൾ നടത്തുന്നവരുടെ തരം താണ പ്രവൃത്തിക്കനുസരിച്ച് തരം താഴാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. ഇത്തരം ധ്രുവീകരണങ്ങൾക്കെതിരിൽ, വർഗീയതയ്ക്കെതിരിൽ നല്ല നല്ല ശബ്ദങ്ങൾ, നല്ല നല്ല സൗഹൃദങ്ങൾ, നല്ല നല്ല കൂട്ടായ്മകൾ ഉയർന്നു വരട്ടെ. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ ഉദാത്തമായി ഉയർത്തിക്കാട്ടുന്ന ഭാരതമെന്ന മഹത്തായ സംസ്കാരത്തെ ഇനിയും അതിൻ്റെ യഥാർത്ഥ സത്തയോടുകൂടി ചേർത്ത് പിടിക്കാൻ ഓരോ മനുഷ്യരെയും, ഓരോ മതസ്ഥരെയും തുല്യമായി സ്നേഹിക്കാനും പരിഗണിക്കാനും സാധിക്കുന്ന നിലയിൽ വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഒന്നായി പരിശ്രമിക്കാം. ചില ദുഷ്ടശക്തികൾ ഇതിനെതിരിൽ ശബ്ദമുയർത്തിയാലും വിഭാഗീയതയുടെ സ്വരവും വർഗീയതയുടെ സ്വരവും കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇന്ത്യൻ ജനത, പ്രത്യേകിച്ചും കേരളീയർ, മലയാളികൾ നന്മയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ശീലിച്ചവരാണ്.
അവർക്കൊരിക്കലും മൃഗങ്ങളെപ്പോലെ തരം താഴാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നന്മയുടെയും ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ശബ്ദങ്ങൾ ഇനിയും ഇനിയും ഉയർന്നു വരട്ടെ. അതിലൂടെ വർഗീയ വംശീയ വിഷങ്ങൾ ഇല്ലാതാകട്ടെ. ജാതി തിരിച്ചുള്ള പരാമർശങ്ങളും മതം നോക്കിയുള്ള പ്രയോഗങ്ങളും ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. സമാധാനമുള്ള നന്മയുള്ള ലോകത്തിനായി, നന്മ നിലനിൽക്കുന്ന, സന്തോഷം നിലനിൽക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹത്വസുന്ദരമായ ശാന്തിപൂർണമായ ആ ഏറ്റവും ഉദാത്തമായ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.